മുട്ടയുടെ അപേക്ഷയ്ക്ക് കൂടുതലുള്ള പ്രോട്ടീൻ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഇത് ഏറ്റവും മികച്ചത്. മുട്ടയേക്കാളും മറ്റു ചില ആഹാരങ്ങളിൽ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതെന്തെല്ലാമാണ് എന്ന് ഡോ. രതി വിശദീകരിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടീൻ. അമിനോ ആസിഡുകളാൽ നിർമ്മിതമായ ഈ പ്രോട്ടീൻ ദഹനം, അസ്ഥികൾ, ചർമ്മം, മുടി എന്നിവയുടെ വളർച്ചയ്ക്കും ശരീരത്തിലെ എല്ലാ അണുക്കളുടെയും പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ഹോർമോണുകൾ, എൻസൈമുകൾ, രോഗപ്രതിരോധ ശേഷിക്കായി ആവശ്യമായ ആന്റിബോഡികൾ തുടങ്ങിയവ നിർമ്മിക്കാൻ പ്രോട്ടീൻ സഹായിക്കുന്നു. ആന്റിബോഡികൾ പ്രോട്ടീനുകൾ ആണെന്നും അവ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് വേണ്ടെന്നും ഡോ. രതി പറയുന്നു. നിരവധി ഹോർമോണുകളും എൻസൈമുകളും പ്രോട്ടീൻ അടങ്ങിയവയാണ്. ഇവ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും പ്രധാന ഊർജ്ജ സ്രോതസ്സുകൾ ആണെങ്കിലും ആവശ്യമായാൽ ശരീരം പ്രോട്ടീനും ഊർജ്ജത്തിനായി ഉപയോഗിക്കുന്നു. ഒരു വ്യക്തിക്ക് ആവശ്യമായ ദിനപ്രതി പ്രോട്ടീൻ അളവ് അവളുടെ ശരീരഭാരം, പ്രായം, ലിംഗം, ശാരീരിക സജീവത എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ശരീരത്തിന് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണെങ്കിൽ മുട്ട നല്ല ആഹാരമാണെന്ന് പറയാറുണ്ട്. എളുപ്പത്തിൽ ലഭ്യമായതും പ്രോട്ടീൻ നിറഞ്ഞതുമായത്. എന്നാൽ മുട്ടയേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉള്ള മറ്റു ചില ഭക്ഷണങ്ങൾ ഉണ്ട്. അവ എന്തെല്ലാമാണ് എന്ന് ഡോ. രതി വിശദീകരിക്കുന്നു. ശരീരത്തിന് വെറും പ്രോട്ടീൻ മാത്രം മതി എന്നല്ല, മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലുള്ള ഖനിജങ്ങളും ആവശ്യമാണ്. ഒരു മുട്ടയിൽ ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാളും പച്ചപ്പട്ടാണിയിൽ കൂടുതലുണ്ട്. ഒരു കപ്പ് പച്ചപ്പട്ടാണിയിൽ ഏകദേശം 8.6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കൂടാതെ മഗ്നീഷ്യം, ഇരുമ്പ് പോലുള്ള പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ പേശികളുടെ പ്രവർത്തനത്തിനായി മഗ്നീഷ്യം അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി ചിക്കൻ ബ്രസ്റ്റ്. 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ 28 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇതിൽ ഫോസ്ഫറസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിലെ അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഇത് വളരെ ആവശ്യമായ ആഹാരമാണ്. ഈ ചിക്കൻ വേവിച്ചോ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തോ കഴിക്കാവുന്നതാണ്. വഴിയെറിഞ്ഞ് വറുത്ത് കഴിക്കരുത്. അതുവഴി അതിലെ പുഷ്ടിവളിപ്പുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡോ. രതി പറയുന്നു.